കേരള ഹോം കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ചില്ലി ചിക്കന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു ബോളിൽ അരക്കപ്പ് മൈദ, അരക്കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ശേഷം അതിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ സോയ സോസ്, 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 മുറി നാരങ്ങയുടെ നീര്, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1/2 സ്പൂൺ, 1/2 സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഇതിന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ബാറ്റർ പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് നമുക്ക് 1 മണിക്കൂറേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം അതിൽ 1/2 സ്പൂൺ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് സവാള ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്. ഇതിലേക്ക് വലിയ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ കൂടി സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി വേവിച്ചെടുക്കണം. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവാൻ വെക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ തയ്യാറായിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ.